ഇന്ന് സ്വന്തം ജന്മനാടായ ഇലഞ്ഞി എന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ തിരുനാളിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കാണുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഇലഞ്ഞി. ചരിത്ര രേഖകളിൽ ഇലവഞ്ചൂർ ദേശം എന്നറിയപ്പെട്ടിരുന്നതാണ് പിന്നീട് ലോപിച്ച് ഇലഞ്ഞി ആയത് എന്നാണ് നിലവിലുള്ള രേഖകൾ പറയുന്നത്. കൂടാതെ ധാരാളം ഇലഞ്ഞി മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്ന ഇലഞ്ഞിയിലെ കർമ്മലീത്ത കോൺവെൻ്റാണ്. ഇലഞ്ഞിയിൽ നിന്നുള്ള പ്രശസ്ത കവയിത്രിയായിരുന്നു സിസ്റ്റർ മേരി ബെനിഞ്ഞത്തോട്ടം. സിസ്റ്റർ വളരെയധികം കാലം ചെലവഴിച്ചതും ഈ കോൺവെൻറ്റിലായിരുന്നു. അതുപോലെ സിനിമാ രംഗത്തുള്ള ജിത്തു ജോസഫും ശ്രീകാന്തും ഇലഞ്ഞിയിൽ നിന്നുള്ള പ്രശസ്തരാണ്. നമ്മൾ ഈ കാണുന്നത് ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന ഇലഞ്ഞിയിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളാണ്. അന്നത്തെ കാലത്ത് ഈ പരിസരത്തുള്ള അനേക ആളുകൾക്ക് വിദ്യ അഭ്യസിക്കാൻ ഈ കലാലയം ഒരാശ്രയമായിരുന്നു. ഇത് ഞാനൊക്കെ ജനിച്ചു വളർന്ന ഇലഞ്ഞിയിലെ ഞങ്ങളുടെ സ്വന്തം തറവാട് വീടാണ്. പാലാ രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട അതിപുരാതനമായ പള്ളികളിൽപ്പെട്ട ഒന്നാണ് ഇലഞ്ഞി പള്ളി. 1680 ഈ കൽക്കുരിശ് ഇവിടെ സ്ഥാപിതമായത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 2 പള്ളികളുണ്ട്. താഴെയുള്ള പള്ളി പുതുതായിട്ട് 1983 പണി കഴിപ്പിച്ചതാണ്. അത് വിശുദ്ധ പത്രോസ് പൗലോസ് ലേഹന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മുകളിലുള്ള പള്ളി അതിപുരാതനമായിട്ടുള്ളൊരു പള്ളി അടുത്ത കാലത്ത് പുനർനിർമ്മിച്ചതാണ്. ഫെബ്രുവരി 1, 2 പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളാണ് ആഘോഷിക്കപ്പെടുന്നത്. മദ്ബഹായിൽ മനോഹരമായ കൊത്തുപണികൾ, അതുപോലെ പെയിൻറ്റിങ്ങുകൾ എല്ലാം കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നതാണ്. ഇതുപോലെ ഉള്ള കരിങ്കൽ തൂണുകളൊക്കെ അടുത്ത കാലത്തായിട്ട് പുനർനിർമ്മിച്ചപ്പോൾ കൂടുതലായിട്ട് ചേർത്താണ്. യാക്കോബിൽ നീതി നടത്തി, അഹരോനും മോശയ്ക്കും അറിവുണർത്തി, അവനുന്നതൻ ദൈവം പരിപാലകൻ അവൻ. ഇത് അടുത്ത കാലത്തായിട്ട് തീർത്തിട്ടുള്ള ഒരു മനോഹരമായ ഗ്രോട്ടോയാണ്. കുരിശിൻ്റെ വഴിയിലെ ചിത്രങ്ങളെല്ലാം ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ, സുന്ദരമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
അവനെ നീ സ്തുതിക്കുക മഹിതലമേ. കൃതജ്ഞതയോടെ എന്നും പാടണമല്ലോ, കർത്താവിൻ കാരുണ്യം ശാശ്വതമല്ലോ.